ഹലോ, വെൽക്കം ബാക്ക്. ജസ്റ്റ് ഈസി ലേണിംഗിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് LGS ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ LGSന്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ആയിരിക്കും. 2021 മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് മൂവ് ടു ആ വീഡിയോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്: 3 കിലോഗ്രാം അരിയുടെ വില 27.36 രൂപയായാൽ 10 കിലോ അരിയുടെ വില എത്ര? വളരെ എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ. നോക്കിക്കേ, 3 കിലോഗ്രാമിന്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 27.36 ആണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോ അരിയുടെ വില എത്രയായിരിക്കും? 1 കിലോ കാണാൻ വേണ്ടി ഈ 3നെ അങ്ങോട്ട് വിട്ടാൽ പോരെ. അപ്പൊ നമുക്ക് 1 കിലോ അരിയുടെ വില കിട്ടും. അപ്പൊ 27.36/3 ചെയ്താൽ 1 കിലോ അരിയുടെ വില കിട്ടി. ഓക്കെ, അപ്പൊ ചെയ്തോ. 3 × 1 3, 3 × 9 27. കുത്തുണ്ട്, കുത്ത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഇനി 3 × 1 3, 3 × 2 6. അപ്പൊ എത്ര കിട്ടി? 9.12 രൂപ എന്ന് കിട്ടി. ഇത് 1 കിലോയുടെ വിലയാണ്. നമ്മളോട് ചോദ്യത്തിൽ തന്നേക്കുന്ന എന്താ? 10 കിലോ അരിക്ക് എത്ര രൂപയാണെന്നാ ചോദിച്ചേക്കുന്നത്. 1 കിലോയ്ക്ക് 9.25 രൂപയാണെങ്കിൽ 10 കിലോയ്ക്ക് എത്രയായിരിക്കും? 1 കിലോയുടെ വിലയോടൊപ്പം 10 ഗുണിക്കുക, ഉത്തരം കിട്ടി. അപ്പൊ 10 ഗുണിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചേ? ആദ്യം 912 × 10 ചെയ്യുക. അപ്പൊ എന്ത് കിട്ടി? 9120 എന്ന് കിട്ടി. ശരിയല്ലേ? ദശാംശമുള്ള സംഖ്യകളെ ഗുണിക്കണമെങ്കിൽ നോർമലി ആ സംഖ്യ എടുത്ത് ആദ്യം ഗുണിക്കുക. അപ്പൊ 912 × 10. അപ്പൊ ഒരു 0 ചേരുവന്നേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും വരത്തില്ല. അപ്പൊ 9120 എന്ന് കിട്ടി. ഇനി ഇവിടെ ദശാംശം കഴിഞ്ഞ് എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയുണ്ട്. ഉത്തരത്തിലും 2 സ്ഥാനം വിട്ട് കുത്തിടണം. കണ്ടോ? ആ അറ്റത്തുനിന്ന് വേണം ഇടാൻ കേട്ടോ, അല്ല തെറ്റിപ്പോവും. അപ്പൊ 2 അക്കം വിട്ട് നമ്മൾ എന്ത് ചെയ്തു? കുത്തിട്ട് കൊടുത്തു. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, പോയിന്റിന് ശേഷം അങ്ങേ അറ്റത്ത് വരുന്ന പൂജ്യങ്ങൾക്കൊന്നും വിലയില്ല. നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കണ്ട കുട്ടികളാണെങ്കിൽ അറിയായിരിക്കും അല്ലേ. അപ്പൊ ഈ പോയിന്റിന് ശേഷം അങ്ങേ അറ്റത്ത് വരുന്ന പൂജ്യം ഒന്നും നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ എന്ത് കിട്ടി? 91.2 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഉത്തരം. മനസ്സിലായോ? ഇതുപോലെ ഒരു 3 കിലോ അല്ലെങ്കിൽ 10 കിലോ അല്ലെങ്കിൽ 20 കിലോ അരിയുടെ വില നിങ്ങൾക്ക് അറിയാം. അപ്പൊ 20 കിലോ അരിക്ക് എത്ര രൂപയാണെന്ന് തന്നിട്ടുണ്ടായിരിക്കും. അവിടെ നിന്ന് 1 കിലോയുടെ വില കാണണം. ആ തന്നേക്കുന്ന വാല്യൂ ഒഴിച്ചങ്ങ് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് 1 കിലോയുടെ വില കിട്ടി. 1 കിലോയുടെ വില കിട്ടിയാൽ ചോദ്യത്തിൽ എത്രയുടെ കാണാനാണോ പറയുന്നത് ആ വാല്യൂമായിട്ട് ഗുണിച്ചാൽ ഉത്തരം കിട്ടും കേട്ടോ. 10 കിലോ കാണാനാ പറഞ്ഞ, ഞാൻ 10 ഗുണിച്ചു. 50 കിലോയുടെ കാണാൻ പറഞ്ഞാലോ, ഞാൻ 50 ഗുണിച്ചേനെ. എന്നിട്ട് കിട്ടുന്ന വാല്യൂ അങ്ങോട്ട് എഴുതുക. ദശാംശം മാത്രം തെറ്റിക്കരുത് കേട്ടോ. അടുത്ത ചോദ്യം: നിശ്ചിത തുക എക്കും ബിക്കുമായി 3:27 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെത്തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ കയ്യിലൊരു നിശ്ചിത എമൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പൊ എക്കും ബിക്കും ആയിട്ട് നമ്മളത് വീതിച്ചങ്ങ് കൊടുത്തു. അപ്പൊ 3:27 എന്നുള്ള റേഷ്യോയിലാണ് നമ്മൾ വീതിച്ചു കൊടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആകെത്തുകയുടെ എത്ര ഭാഗമായിരിക്കും എക്ക് ലഭിക്കുന്നത് എന്നാ ചോദിച്ചേക്കുന്നത്. ആകെത്തുകയുടെ എത്ര ഭാഗമായിരിക്കും? ആകെയുള്ള തുക ഇവിടെ എത്രയാ? ഒരാൾക്ക് 27 കിട്ടി, ഒരാൾക്ക് 3 കിട്ടി. അപ്പൊ ആകെ മൊത്തം എത്രയുണ്ട്? 30 ഉണ്ട്. ശരിയല്ലേ? ടോട്ടൽ എമൗണ്ട് അവിടെ 30. ഇനി 30-ൽ എത്രയാണ് അവിടെ എക്ക് കിട്ടിയത് എന്നല്ലേ ചോദിച്ചേക്കുന്നേ. എക്ക് എത്ര ഭാഗമേ കിട്ടിയുള്ളൂ? 3 ഭാഗമേ കിട്ടിയുള്ളൂ. അപ്പൊ 30-ന്റെ 3 ഭാഗം എക്ക് കിട്ടി. വെട്ടി ചെറുതാക്കിയാൽ 1/10 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏത് വന്നു? ഓപ്ഷൻ എ, 1/10. അടുത്ത ചോദ്യം: ഒരു കച്ചവടക്കാരൻ ഒരു ക്ലോക്കിന് 20% ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം വീണ്ടും 10% ഡിസ്കൗണ്ട് കൂടി അനുവദിച്ചു. ഈ ക്ലോക്ക് 108 രൂപയ്ക്ക് വിറ്റാൽ അതിന്റെ പരസ്യവില എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു പരസ്യ വിലയുണ്ട്, അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ എഴുതി പരസ്യവില. ഈ പരസ്യവില നമ്മൾ എപ്പോഴും വാങ്ങിയ വിലയും പരസ്യവിലയും ഒരുപോലെയാണെന്നാണ് എടുക്കുക കേട്ടോ. കണക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും എളുപ്പം. അപ്പൊ വാങ്ങിയ വില അല്ലെങ്കിൽ പരസ്യവിലയാണ് നമുക്ക് കാണേണ്ടത്. ഇനി 108 രൂപയ്ക്ക് വിറ്റു എന്നാ പറഞ്ഞ്
വിറ്റ വില നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, വിറ്റ വില നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ വിറ്റ വില ഇൻറ്റു അനുവദിച്ച ഡിസ്കൗണ്ടുകൾ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കാലോ, 20% ഡിസ്കൗണ്ട് അനുവദിച്ചു. ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 100-ൽ 20% കുറഞ്ഞു എന്നല്ലേ അർത്ഥം. 20% ഞാൻ ഡിസ്കൗണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 100% വാങ്ങേണ്ടടുത്ത് ഞാൻ എത്രയേ വാങ്ങുന്നുള്ളൂ? 80% മാത്രമേ വാങ്ങുന്നുള്ളൂ. ഓക്കെ, ഇനി പരസ്യ വിലയാണ് കാണേണ്ടതെങ്കിൽ ഈ 80% നമ്മൾ എങ്ങനെ എഴുതുക? 80/100 എന്നല്ലേ എഴുതുക. പക്ഷെ ഇവിടെ ഗുണിക്കുമ്പോൾ തിരിച്ചു വേണം ഗുണിക്കാൻ. 100/80 എന്ന് വേണം എഴുതാൻ. മനസ്സിലായോ? വാങ്ങിയ വില കാണാൻ പറഞ്ഞാലോ പരസ്യ വില കാണാൻ പറഞ്ഞാലോ, അതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും ഒരുപോലെയാണ് സങ്കല്പിക്കുന്നത്. ഇതിൽ ഏതാണോ നമ്മൾ കണ്ടുപിടിക്കുന്നത് ആ കേസ് വരുന്ന സമയത്ത് എപ്പോഴും നമ്മുടെ പെർസെൻറ്റേജിനെ തിരിച്ചെഴുതണം എന്ന് ആലോചിച്ചോണം കേട്ടോ. 100 എപ്പോഴും മുകളിലേ വരത്തുള്ളൂ. ഓക്കെ, അപ്പം 100/80 എന്ന് എഴുതി. ഇൻറ്റു നമ്മൾ അതിന് ശേഷം ഡിസ്കൗണ്ട് കൊടുത്തു. എത്രയാ കൊടുത്തേ? വീണ്ടും 10% കൂടെ ഡിസ്കൗണ്ട് അനുവദിച്ചു. അപ്പൊ എത്രയായി? 90% ആയില്ലേ? അപ്പൊ 90/100 എന്നുള്ളത് തിരിഞ്ഞെഴുതണം. 100/90. ഇത് സോൾവ് ചെയ്താൽ നമ്മുടെ ഉത്തരം കിട്ടി. മനസ്സിലായോ? 108 രൂപയ്ക്ക് അയാൾ വിറ്റു. വിറ്റ വില നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ വിറ്റ വില ഇൻറ്റു വിറ്റ വിലയോടൊപ്പമാണ് ഗുണിക്കുന്നതെങ്കിൽ 100 മുകളിൽ വരുമെന്നുള്ള കാര്യം എപ്പോഴും ആലോചിച്ച് വെച്ചോണം. 100/, നമ്മൾ ഈ നഷ്ടം പറയുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്കൗണ്ട് പറയുമ്പോഴോ ഒക്കെ 100-ൽ നിന്ന് അത്രയും കുറച്ച് വേണം എഴുതാൻ കേട്ടോ. ലാഭമാണെങ്കിൽ കൂട്ടി എഴുതണം, നഷ്ടമാണെങ്കിൽ കുറച്ച് എഴുതണം. അങ്ങനെയാ. അപ്പൊ ലാഭം 10% ലാഭം എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതണം? 110/100 എന്ന് എഴുതണം. മനസ്സിലായോ? ലാഭമാണെങ്കിൽ 100-നോടൊപ്പം കൂട്ടണം, നഷ്ടമാണെങ്കിൽ 100-ൽ നിന്നും കുറച്ച് എഴുതണം. അപ്പൊ 20% നഷ്ടം എന്ന് പറഞ്ഞാൽ 80% അല്ലേ അവിടെ ഉള്ളൂ. സോ 100/80 എന്ന് എഴുതി. 10% വീണ്ടും ഞാൻ എന്ത് ചെയ്തു? കിഴിവ് കൊടുത്തു, ഡിസ്കൗണ്ട് കൊടുത്തു. അല്ലെങ്കിൽ നഷ്ടവും ഡിസ്കൗണ്ടും ഒക്കെ ഒരുപോലെ എടുക്കുന്നത് കേട്ടോ. അപ്പൊ 10% കൂടെ കുറഞ്ഞു. അപ്പൊ എത്രയേ ഉള്ളൂ? 100/90. നീ എല്ലാം കൂടെ വെട്ടിക്കോ. ഈ 0യും പോയി, ഇത് രണ്ടും പോയി. ഇനി നമുക്ക് 108-നെയും കൂടെ വെട്ടിക്കൂടെ? എത്ര? 4 × 2 54 എന്ന് കിട്ടി. 9 വെട്ടാം അല്ലെ? 9 × 6 54 ആണ്. വീണ്ടും വെട്ടിക്കോ. 2 × 2 2 × 3 2 × 1 2 × 5. അപ്പൊ എത്ര വന്നു? 5 × 3 15. ഇവിടെ ഒരു 0യും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം 150 രൂപയാണ് പരസ്യവില. കണ്ടോ? 150 രൂപ പരസ്യവില ഇട്ടിട്ട് എത്ര രൂപയ്ക്കാ വിറ്റത്? 108 രൂപയ്ക്കാണ് വിറ്റത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നേ. 1-2 തവണ തന്നെത്താനെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. അടുത്ത ചോദ്യം. അച്ഛൻ മകനോട് പറഞ്ഞു, നിന്റെ ഇപ്പോഴത്തെ പ്രായം എനിക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അച്ഛന്റെ ഇപ്പോഴത്തെ പ്രായം 54. അങ്ങനെയാണെങ്കിൽ മകന്റെ പ്രായം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ 2 പേരുണ്ട്. ആരൊക്കെയാ? അച്ഛനും ഉണ്ട്, അതുപോലെ തന്നെ മകനും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് തന്നേക്കുന്ന എന്താ? നിന്റെ ഇപ്പോഴത്തെ പ്രായം. നിന്റെ ഇപ്പോഴത്തെ പ്രായം. അപ്പൊ നിന്റെ ഇപ്പോഴത്തെ പ്രായം, ഞാൻ മകൻ ഇപ്പൊ X വയസ്സായിട്ട് എടുത്താൽ അച്ഛൻ X വയസ്സുണ്ടായിരുന്നപ്പോഴാണ് മകൻ ജനിച്ചത്. മകൻ ജനിക്കും, മകന് വയസ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, നമ്മൾ 0 ആക്കി എടുക്കും കേട്ടോ. അപ്പൊ മകൻ ഇപ്പൊ X വയസ്സുണ്ട്. അപ്പൊ അച്ഛൻ പറയാണ്, നിന്റെ വയസ്സ് എനിക്ക് ഉണ്ടായിരുന്നപ്പോഴാണ് നീ ജനിച്ചത്. അപ്പൊ അച്ഛൻ X വയസ്സായിരുന്നപ്പോ മകൻ എത്ര വയസ്സായിരുന്നു? 0 വയസ്സായിരുന്നു. മകൻ ജനിച്ചതേ ഉള്ളൂ. ഇനി അടുത്തത് എന്താ പറഞ്ഞേക്കുന്നേ? അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ട്? 54 വയസ്സുണ്ട്. അച്ഛൻ ഇപ്പം 54 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ മകന്റെ പ്രായം എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നേ. ഇനി നോക്കിക്കേ, ഇവിടെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 25, ഓപ്ഷൻ സി 27, ഓപ്ഷൻ ഡി 26. നമ്മൾ ഈ ഓപ്ഷൻ അങ്ങ് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് ഉത്തരം കണ്ടുപിടിക്കാൻ പോകാം. നമുക്കല്ലാതെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നും ആലോചിച്ച് സമയം കളയണ്ട. ഏറ്റവും എളുപ്പം എന്താ? എക്സിന്റെ സ്ഥാനത്ത് ഓരോ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നോക്കിക്കേ, ഒന്നാമത്തെ വാല്യൂ 20. ഞാൻ എക്സിന് 20 അങ്ങ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പൊ മകൻ ജനിച്ചിട്ട് മകൻ 20 വയസ്സാവണമെങ്കിൽ എത്ര വർഷം എടുക്കണം? 20 വർഷം എടുക്കണം. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? എക്സിന് വാല്യൂ ഞാൻ 20 എന്ന് ഇടണം. എക്സ് 20 ആണെങ്കിൽ ഇവിടെയും 20 തന്നെ വരണം.
ഇനി 20നോടൊപ്പം ഇവിടെ നമുക്ക് എത്ര കിട്ടി? മകൻ ജനിച്ച് 20 വയസ്സാവണമെങ്കിൽ എത്ര വർഷം എടുക്കും? 20 വർഷം. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെ വരണം? 20 വർഷത്തെ കണക്ക് തന്നെ വരണം. 20ഉം 20ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര വരും? 40 വയസ്സെന്നാണ് വരുന്നത്. അച്ഛന് 40 വയസ്സാണോ? അല്ല, അച്ഛന് 54 വയസ്സില്ലേ? അതുകൊണ്ട് നമുക്ക് എന്തെടുക്കാൻ പറ്റില്ല? 20 എന്നുള്ള വാല്യൂ എടുക്കാൻ സാധിക്കില്ല. പോട്ടെ, അടുത്ത നോക്കിക്കേ, 25. എക്സിന് ഞാൻ 25 എന്ന് ഇട്ട് കൊടുക്കുക. എക്സ് 25 ആണെങ്കിൽ മകന് 25 വയസ്സാവണമെങ്കിൽ എത്ര വർഷം? 25 വർഷം. വീണ്ടും ഇവിടെ ഇട്ട് കൊടുത്തോ, 25 വർഷം. അപ്പോൾ അച്ഛന് തുടക്കത്തിൽ 25 വയസ്സായിരുന്നേ. 25 വയസ്സിനോടൊപ്പം 25 വർഷം കൂടെ കൂട്ടിയാൽ എത്ര വരും? 50 എന്ന് വരും. അച്ഛന് 50 വയസ്സാണോ? അല്ല, അച്ഛന് 54 വയസ്സുണ്ടെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ പോസിബിലിറ്റിയും തെറ്റ്. ഇനി അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ പോസിബിലിറ്റി നമുക്ക് നോക്കാമല്ലോ. മൂന്നാമത്തെ വാല്യൂ നോക്കിക്കേ, 27. എക്സിന് ഞാൻ 27 എന്ന് കൊടുക്കും. അപ്പൊ 27 വർഷം എടുക്കും അല്ലെ, 27 വയസ്സാവണമെങ്കിൽ. ഇവിടെ നോക്കിക്കേ, 27 വയസ്സാണ് അച്ഛൻ ആ സമയത്തെങ്കിൽ 27ഉം 27ഉം കൂടെ കൂട്ടി നോക്കിക്കേ, എത്ര വന്നു? 7 7 14, ശിഷ്ട 1 2 1 2 2 4 4 1 5. കണ്ടോ, 54 എന്ന് തന്നെ കിട്ടി. അപ്പൊ നമ്മുടെ ഉത്തരം ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി, 27. ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായോ? ഒരു മകൻ ജനിച്ചു. മകൻ 27 വയസ്സാവണമെങ്കിൽ എത്ര വർഷം എടുക്കും? 27 വർഷം എടുക്കും. ശരിയല്ലേ? ഇവിടെ എടുക്കുന്ന അതേ ഗ്യാപ്പ് തന്നെയാണ് ഇവിടെയും വരാൻ പാടുള്ളൂ. റേഷ്യോയിൽ അങ്ങനെയാ, അപ്പുറത്ത് എത്ര കൂടുന്നോ ഇവിടെയും അത്ര തന്നെ കൂടണം. അപ്പൊ ഇവിടെ 27 വർഷത്തെ ഗ്യാപ്പ് വരണം. ഇനി അച്ഛന് തുടക്കത്തിൽ 27 വയസ്സായിരുന്നെങ്കിൽ എക്സ് ഇവിടെ 27 ഇട്ടാൽ ഇവിടെയും നമ്മൾ 27 തന്നെ ഇട്ട് കൊടുക്കണം. അച്ഛൻ 27 വയസ്സായിരുന്നു. ആകെ എത്ര വർഷം എടുത്തു? 27 വർഷം എടുത്തു. ഇപ്പൊ 27 27ഉം കൂടെ കൂട്ടിയപ്പോൾ 54 വയസ്സ്. അച്ഛൻ ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 54 വയസ്സുണ്ടാവും. അത് തന്നെയല്ലേ നമുക്ക് ചോദ്യത്തിലും തന്നേക്കുന്നേ. അച്ഛൻ ഇപ്പം 54 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ മകന്റെ പ്രായം എത്ര? 27. കണ്ടോ, ഇതെങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇതിപ്പോ ഞാൻ ഇട്ട് തുടങ്ങിയപ്പോഴേ എനിക്ക് മനസ്സിലായി, ഒരിക്കലും 20ഓ 25ഓ വന്നാൽ 54, 4ന്റെ ഒരു കണക്ക് നമുക്ക് വരില്ല. 4ന്റെ കണക്ക് വരണമെങ്കിൽ 7 തന്നെ വരണം അല്ലെ. 7 ഗുണം 2 14. 7ന്റെ മൾട്ടിപ്പിളിന് മാത്രമേ 4 വരത്തുള്ളൂ. 5ലോ 6ലും വേണമെങ്കിൽ വരാം അല്ലെ. പക്ഷെ 26 + 26 ചെയ്താൽ നമുക്ക് 2ൽ അവസാനിക്കുന്ന ഉത്തരം മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് ലോജിക്കലി ആലോചിച്ചും പെട്ടെന്ന് ഓപ്ഷൻ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം. നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, ഒരു നിശ്ചിത തുക എക്കും കൊടുത്തു, അതുപോലെ തന്നെ ബിക്കും കൊടുത്തു കേട്ടോ. 4:12 എന്നുള്ള റേഷ്യോയിലാണ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് ലഭിക്കുക? ആകെ എത്രയുണ്ട് ഇവിടെ? 12 4 16. 16ന്റെ എത്ര ഭാഗം ബിക്ക് ലഭിച്ചു? 12 ഭാഗം ലഭിച്ചു. സോ 12/16 ആണ് നമ്മുടെ ഉത്തരം. വെട്ടി ചെറുതാക്കിക്കോ. 4 ഗുണം 3 12, 4 ഗുണം 4 16. സോ ആൻസർ എത്ര വന്നു? 3/4 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്ഷനകത്ത് നമുക്ക് ഓപ്ഷൻ ബി ആണ് ഉത്തരം. അടുത്ത ചോദ്യം. 3 പേരുടെ ശരാശരി വയസ്സ് 13, ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. അങ്ങനെയാണെങ്കിൽ മൂന്നാമന്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. ആകെ 3 പേരുടെ ശരാശരി വയസ്സ് നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 13. ഈ 13 എന്ന് പറയുന്നത് എന്താണ്? 3 പേരുടെ ശരാശരി വയസ്സാണ്. അപ്പൊ 13 ഗുണം 3 ചെയ്താൽ അവരുടെ ആകെ തുക നമുക്ക് കിട്ടും. എപ്പോഴും ശരാശരിയോടൊപ്പം ടോട്ടൽ നമ്പറുമായിട്ട് ഗുണിച്ചാൽ അവരുടെ തുക കണ്ടുപിടിക്കാം കേട്ടോ. തുക കിട്ടാനുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മൾ ഈ ഗുണിക്കുന്നത്. 2 പേരുടെ ശരാശരി വയസ്സ് 14 ആണ്. ഇപ്പൊ 2 പേരുടെ ശരാശരി വയസ്സ് ഇവിടെ എത്രയാ? 14. അപ്പൊ 3 പേരുടെ ശരാശരി വയസ്സ് 13,
രണ്ടുപേരുടെ ശരാശരി വയസ്സ് 14. അപ്പൊ ചെയ്ത് നോക്കിക്കേ, 14ന്റെ ഇരട്ടി എത്രയാ? 28. 13 ഗുണം 3 39. അപ്പൊ 3 പേരുടെയും കൂടെ തുക ഞാൻ എടുത്തപ്പോൾ എനിക്ക് 39 എന്ന് കിട്ടി. 2 പേരുടെ പ്രായത്തിന്റെ തുക എനിക്ക് 28 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മൂന്നാമന്റെ പ്രായം എത്രയായിരിക്കും? 39ൽ നിന്ന് 28 കുറച്ചാ പോരെ? 11. കണ്ടോ? അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 11 എന്ന് വന്നു. അടുത്ത ചോദ്യം, കുറച്ചു മുമ്പ് ചെയ്ത ചോദ്യത്തിന്റെ നേരെ റിവേഴ്സ് ചോദ്യമാണ്. ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ച ശേഷം 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ അതിന്റെ യഥാർത്ഥ വില എത്ര എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നേ. അപ്പൊ നോക്കിക്കേ, ഒരു വസ്തുവിന് 35%, 35% എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? കിഴിവെന്ന് പറയുമ്പോൾ 100ൽ നിന്ന് 35 കുറയ്ക്കണം. അപ്പൊ നമുക്ക് എത്ര വന്നു? 65% എന്ന് കിട്ടി. ശതമാനമായതുകൊണ്ട് ബൈ 100 ഇട്ടു. ശരിയാണല്ലോ. ഇനി അടുത്തത് 10% കിഴിവ്, വീണ്ടും 10% ഡിസ്കൗണ്ട് ആണ്. അപ്പം 90/100 എന്ന് എഴുതാം. ശരിയാണല്ലോ. ഇനി ഇവിടെ നമുക്ക് എന്താ? യഥാർത്ഥ വിലയാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഒരാൾ വാങ്ങിച്ചു 1170 രൂപയ്ക്കാണ് ഒരാൾ അത് വാങ്ങിച്ചത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ യഥാർത്ഥ വില എനിക്ക് അറിയില്ല. ഞാൻ ഒരാൾക്ക് അത് വിറ്റു. ഓക്കെ, വിറ്റത് എത്ര രൂപയ്ക്കാണ് ഞാൻ വിറ്റത്? 1170 രൂപയ്ക്ക് ഞാനത് വിറ്റു. വിറ്റ വില എൻ്റെ കയ്യിലുണ്ട്. യഥാർത്ഥ വില എനിക്ക് അറിയില്ല. ഇനി നമുക്ക് 2% ഇവിടെ തന്നിട്ടുണ്ട്. യഥാർത്ഥ വില, വാങ്ങിയ വില, പരസ്യ വില ഏതും കാണാനായിക്കോട്ടെ നമ്മൾ എന്താ ചെയ്യുന്നത്? വിറ്റ വിലയോടൊപ്പമാണ് ഗുണിക്കുന്നതെങ്കിൽ എപ്പോഴും തിരിച്ചെഴുതാൻ മറക്കരുത്. 100/65 ഗുണം 100/90 ചെയ്താൽ നമ്മുടെ ഉത്തരമായി. ചെയ്യാലോ. ഈ 0യും ഈ 0യും നമുക്ക് വെട്ടാം. വേറെ എന്താ വെട്ടാനുള്ളേ? 9 വെച്ച് വെട്ടാം അല്ലെ? 9 ഗുണം 1 9, പോയിട്ട് ശിഷ്ടം 2 27, 9 ഗുണം 3 27. അടുത്ത 65 100 കൂടെ നമുക്ക് വെട്ടിക്കൂടെ? 13 ഗുണം 5 65, 20 തവണ, 5ൽ 20 തവണ പോവും അല്ലെ? പിന്നെ ദേ ഇവിടെ ഒരു 13 ഉണ്ട്, ഇവിടെ ഒരു 13 ഉണ്ട്. രണ്ടും നമുക്ക് വെട്ടാം. 20ഉം 100ഉം എത്ര വന്നു? 2000. യഥാർത്ഥ വില എത്രയായിരുന്നു? 2000 രൂപയായിരുന്നു. എത്ര രൂപയ്ക്കാ വിറ്റത്? 1170 രൂപയ്ക്ക്. ഈ ചോദ്യത്തിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1170 രൂപയ്ക്ക് ഒരാൾ ഇത് വാങ്ങിയാൽ എന്നാണ് കൊടുത്തേക്കുന്നേ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം വിറ്റ വിലയാണ് നമുക്ക് തന്നേക്കുന്നേ. ഒരു സാധനം നമ്മൾ വിറ്റു, അയാൾ വാങ്ങിച്ചത് 1170 രൂപയ്ക്കാണ്. അയാളുടെ കാര്യമല്ല, നമ്മുടെ കാര്യം വേണം ആലോചിക്കാൻ കേട്ടോ. അപ്പൊ ഇത് വിറ്റ വിലയാണോ എന്നുള്ള കാര്യം മനസ്സിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോകും. അടുത്ത ചോദ്യം, നിശ്ചിത വസ്തു 8:2 എന്ന അനുപാതത്തിൽ വിഭജിക്കുമ്പോൾ എക്ക് ബിയേക്കാൾ എത്ര ഭാഗമായിരിക്കും കൂടുതൽ ലഭിക്കുക എന്നാണ് ചോദിച്ചേക്കുന്നേ. ഒരു വസ്തു നമ്മൾ എന്താ ചെയ്തത്? 8:2 എന്നുള്ള റേഷ്യോയിൽ വിഭജിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്ക് ബിയേക്കാൾ എത്ര ഭാഗം കൂടുതൽ കിട്ടി എന്നാണ് ചോദിച്ചേക്കുന്നേ. എക്ക് എത്രയാ? 8 അല്ലേ കൊടുത്തത്? ബിക്ക് എത്ര കൊടുത്തു? 2. അപ്പം 8ഉം 2ഉം ആകെ എത്ര ഭാഗമുണ്ട്? 10 ഭാഗമുണ്ട്. 10 ഭാഗത്തിൽ 8 ഭാഗം എ കൊണ്ടുപോയി, 2 ഭാഗമേ ബി കൊണ്ടുപോയുള്ളൂ. അപ്പൊ ബിനേക്കാളും 6 ഭാഗം എക്ക് കൂടുതൽ കിട്ടി. ശരിയല്ലേ? വെട്ടി ചെറുതാക്കിക്കൂടെ? 3 ഗുണം 2 6, 5 ഗുണം 2 10. സോ നമ്മുടെ ആൻസർ എത്ര വന്നു? 3/5 എന്ന് വന്നു. ഓക്കെ, അപ്പൊ ആൻസർ ഇവിടെ ഏതാണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, ഇന്ന് അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സാണ്. 5 വർഷം മുൻപ് ഇത് 4 ഇരട്ടി ആയിരുന്നു. എന്നാൽ ഇന്ന് അച്ഛന്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. അപ്പൊ അതേ നമ്മൾ അച്ഛനെ എഴുതി, മകനെ എഴുതി. ഓക്കെ, അച്ഛന് മകന്റെ 3 ഇരട്ടി വയസ്സ്. മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കണം? 3 ആയിരിക്കണം. 5 വർഷം മുൻപ് ഇത് 4 ഇരട്ടി ആയിരുന്നു. 5 വർഷം മുൻപ് 4 ഇരട്ടി. മകൻ 1 ആണെങ്കിൽ അച്ഛൻ എത്രയായിരിക്കും? 4 ആയിരിക്കും. അങ്ങനെ ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നേ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സാധാരണ നമുക്ക് ഇതുപോലെ 2 റേഷ്യോ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഈ നേരെ താഴോട്ട് കിടക്കുന്ന ആൾക്കാരെ ഒന്ന് കുറച്ച് നോക്കണം. 4ൽ നിന്ന് 3 കുറച്ചാൽ 1, 1ൽ നിന്ന് 1 കുറച്ചാൽ 0. എപ്പോഴും ഈ കിട്ടുന്ന വ്യത്യാസം തുല്യമായിരിക്കണം. ഓക്കെ, എപ്പോഴും ഈ കിട്ടുന്ന വ്യത്യാസം തുല്യമായിരിക്കണം. ഇവിടെ തുല്യമായിട്ടാണോ വന്നേ?
അല്ല, ഇവിടെ 1 ഇവിടെ 0 അല്ലേ വന്നേ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ രണ്ട് റേഷ്യോകളെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി 4ഉം 1ഉം 4ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 3. പരസ്പരം കുറയ്ക്കണേ. 4ൽ നിന്ന് 1 കുറച്ചാൽ 3. ഈ 3നെ ഫസ്റ്റ് ഇക്വേഷനുമായിട്ട് ഗുണിക്കുക. ഫസ്റ്റ് ഇക്വേഷനായിട്ട് നമ്മൾ ഗുണിച്ചു. ഇനി 3ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 2. 2നെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനുമായിട്ട് ഗുണിക്കുക. പരസ്പരമുള്ള വ്യത്യാസം കാണുക, ഓപ്പോസിറ്റ് ഇട്ട് ഗുണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് വന്നു നോക്കിക്കേ. 3 ഗുണം 3 9. 3 ഗുണം 1 3. ഇനി 4 ഗുണം 2 8. 2 ഗുണം 1 2. ദേ നമുക്ക് പുതിയൊരു റേഷ്യോ കിട്ടി. പുതിയ റേഷ്യോ കിട്ടി അപ്പം തന്നെ പഴയ റേഷ്യോ അങ്ങ് വെട്ടിയിട്ടേക്കണേ. അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് കൊണ്ട് ഉത്തരമൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കും, ആൻസർ മൊത്തം തെറ്റിപ്പോവും. അപ്പൊ നോക്കിക്കേ, ഒന്നാമത്തെ നമ്മുടെ അച്ഛനാണ്, രണ്ടാമത്തെ നമ്മുടെ മകനാണ് കേട്ടോ. ഞാൻ അച്ഛനെ എന്നും മകനെ എം എന്നൊക്കെ അങ്ങ് എഴുതി, അത്രേ ഉള്ളൂ. ഒന്നാമത്തെ റേഷ്യോ ആണ് അവരുടെ ഇപ്പോഴത്തെ പ്രായം. രണ്ടാമത്തെ റേഷ്യോ എന്താണ്? 5 വർഷം മുൻപുള്ള പ്രായമാണ് തന്നേക്കുന്നേ. ഇനി വ്യത്യാസം നോക്കിക്കേ. 9ൽ നിന്ന് 8 കുറച്ചാൽ 1, 3ൽ നിന്ന് 2 കുറച്ചാലും 1. ഇപ്പൊ നമുക്ക് തുല്യമായിട്ട് കിട്ടി. തുല്യമല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഈ റേഷ്യോ തുല്യമാക്കണം. ഓക്കെ, ആക്കി നമ്മുടെ കയ്യിൽ റേഷ്യോ ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് ഇവിടെ തന്നിരിക്കുന്ന വർഷം എടുക്കുക. ഒന്നെങ്കിൽ നമുക്ക് 5 വർഷം മുൻപ് തരും, അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം എന്ന് തരും. മുമ്പ് തന്നാലും ശേഷം തന്നാലും അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ആകെ നമുക്ക് ആ നമ്പർ മാത്രം മതി. ഇനി ചിലപ്പോൾ 2 വർഷങ്ങൾ തരും. 5 വർഷം മുന്നേ, 5 വർഷത്തിന് ശേഷം, അങ്ങനെ 2 വർഷങ്ങളും തരാം. അങ്ങനെ തന്നാലും ഒന്നും പേടിക്കണ്ട, തന്നിരിക്കുന്ന വർഷം മൊത്തം അങ്ങ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇവിടെ 1 വർഷമേ ഉള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു? 5 വർഷം അങ്ങ് എടുക്കാൻ പോവാണേ. സോ 5 ഡിവൈഡഡ് ബൈ ഇവരുടെ വ്യത്യാസം അങ്ങോട്ട് എഴുതുക. ഇവരുടെ വ്യത്യാസം എത്രയാ? 1. ഇവിടുത്തെ വ്യത്യാസം 1. 2 സെയിം ആണല്ലോ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വർഷത്തിനെ ഇവിടെ കിട്ടുന്ന വ്യത്യാസവുമായിട്ട് ഹരിക്കുക. 5/1 എത്ര വന്നു? 5 എന്ന് വന്നു. ഇതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. എക്സിന്റെ വില നമുക്ക് കിട്ടി 5. ഇനി തന്നിരിക്കുന്ന റേഷ്യോയുമായിട്ട് എക്സ് ഗുണിച്ചാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, അച്ഛന്റെ വയസ്സാ കാണാൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ 9 ഗുണം 5 ചെയ്യുക, 45 വയസ്സാണ് അച്ഛന്. മകന്റെയാ കാണാൻ പറഞ്ഞേക്കുന്നെങ്കിലോ 3 ഗുണം 5 ചെയ്യുക, 15 വയസ്സാണ് മകന്റെ പ്രായം. ഓക്കെ, ഫസ്റ്റ് റേഷ്യോയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കാരണം രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 5 വർഷം മുൻപത്തെ വയസ്സേ നമുക്ക് കിട്ടത്തുള്ളൂ, ഇപ്പോഴത്തെ വയസ്സ് കിട്ടത്തില്ല. അപ്പൊ ഫസ്റ്റ് റേഷ്യോയിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് വെട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ എന്നെ ഇതിനകത്ത് കൊണ്ട് ഗുണിച്ച് വെക്കും. അങ്ങനെ ഗുണിച്ചാലും ഉത്തരം തെറ്റിപ്പോകും കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ എത്ര വന്നു? 45 വയസ്സ് എന്ന് കിട്ടി. ഓക്കെ, ഓപ്ഷൻ നോക്കാം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി 45. ഓക്കെ, നമ്മൾ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ റേഷ്യോനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതെല്ലാം പ്രീവിയസ് ഇയർ ആണ് കേട്ടോ. അപ്പൊ റാൻഡം ആയിട്ട് ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ പല മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ പല രീതിയിൽ ചോദ്യങ്ങൾ വരാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ റാൻഡം ആയിട്ട് ഷഫിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഒക്കെ ഇനി വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.